എന്തായിരിക്കും? ഈ ചെക്കൻ പോയില്ലേ? നീ അവിടെ എന്തോ നോക്കിയിരിക്കാടി? അല്ല, ചേച്ചിയുടെ പുറകെ ഒരു ചെക്കൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ നോക്കായിരുന്നു, അവനെ കാണുന്നില്ല, പോയി. ദേ, എന്റെ പുറകെ ഒന്നും പറയണ്ട. അവൻ പിന്നാലെ വന്നൊന്നല്ല, അവൻ അതിനെ നടന്നു വരികയായിരുന്നു. അതിന് എന്റെ പുറകെ വരുന്നു എന്തിനാ നീ പറയാൻ നിൽക്കുന്നത്? കൊണ്ടൊരു വായ നോക്കാതെ നടക്കടി. ഹോ, ഈ പെണ്ണിനൊന്ന് ഇതാക്കി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ചേച്ചി അങ്ങനെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നു വേണ്ട, എനിക്ക് മനസ്സിലാവുന്നൊക്കെ ഉണ്ട്, ഞാൻ കുട്ടിയൊന്നല്ല. എനിക്ക് എന്ത് മനസ്സിലായി നീ പറയുന്നത്? എന്നോട് വലിച്ചെടുക്കാൻ നിൽക്കല്ലേ. പിന്നെ അവൻ എന്തിനാ ചേച്ചിയുടെ പുറകെ വന്നത്? എനിക്ക് മനസ്സിലായി, നിങ്ങൾ രണ്ടുപേരും വർത്തമാനം പറയില്ലായിരുന്നു ഞാൻ വരുമ്പോ. ഞങ്ങൾ തമ്മിലേ വർത്തമാനം പറഞ്ഞു വരികയാണ്. നീ കൊടേ കേസ് കൊടുക്ക്. കേസൊന്നും കൊടുക്കില്ല, ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും. നീ പറഞ്ഞു കൊടുക്കോ? നല്ല നേട്ടം കിട്ടും എന്റെ കയ്യിൽ നിന്ന്. പിന്നെ എന്നെ തൊടാൻ ചേച്ചിയോട് വായോ. മിണ്ടാതെ നടന്നിട്ട് വാടി. ഇവിടെ എന്തിനാ എന്റെ പുറകെ വിടാൻ അമ്മ പറഞ്ഞത്? എന്നാൽ ഇവരെന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? കുറച്ചും കൂടി നേരം വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു, എന്നാലൊക്കെ കേൾക്കാമായിരുന്നു. ഈ പെണ്ണ് ഞങ്ങൾ വർത്തമാനം പറയുന്നതൊക്കെ കേട്ട് കാണുമോ? അപ്പത്തിനാ അവള് വന്നിട്ടുള്ളൂ. ഇനി വിളങ്ങാനും വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കുവോ? ഈ പെണ്ണിനെ വിശ്വസിച്ചുകൂടാ. ഈ പെണ്ണ് എല്ലാം വീട്ടിൽ പറഞ്ഞു കൊടുക്കും. പാറമോളെ, ഇന്ന് സ്കൂളിൽ പോയില്ലേ? സ്കൂളിലൊക്കെ പോയി. സ്കൂളിലെ വിശേഷങ്ങൾ എന്തൊക്കെ? കഴിഞ്ഞത്തെ കൂട്ടുകാരൊക്കെ ഇല്ലേ നിന്റെ ക്ലാസ്സിൽ ഇപ്പോഴും? അതൊക്കെ ഉണ്ട്. ചേച്ചി നടന്നേ. ഈ പെണ്ണിനെന്താ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഒരു മൈൻഡും ഇല്ലാത്തത്? ഇവളവനെ ഏതാന്ന് ആലോചിച്ച് നടക്ക തോന്നുന്നു. എന്റെ ദൈവമേ, ഇനിയിപ്പോ എന്താ ചെയ്യാനാ? എന്നാലും അതാരാന്ന് അറിയാണ്ട് എനിക്ക് സമാധാനമില്ല, ഉറക്കം വല്ലേ. ഇനി എന്താ ചെയ്യാ? ഇവളെങ്ങാനും അമ്മയോട് അതൊക്കെ പറഞ്ഞു കൊടുക്കുവോ? എനിക്ക് വീടെത്തും തോറും പേടി കൂടി വരുന്നു. പാറു, എന്താ ചേച്ചി? അവിടെ നിൽക്ക്. ദേ, വരണ വഴി എന്റെ ഫ്രണ്ടിനെ എങ്ങാനും കണ്ടു എന്ന് നീ വീട്ടിൽ അമ്മയോട് പറഞ്ഞു കൊടുത്താൽ എന്റെ സ്വഭാവം നിനക്കറിയാലോ. അത് ശരി, അത് ചേച്ചിയുടെ ഫ്രണ്ട് തന്നെയാണെന്നല്ലേ? എന്നിട്ട് ചേച്ചി എന്നോട് എന്റെ ഫ്രണ്ട് അല്ലെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ മനസ്സിലായി എന്താ നടക്കുന്നേന്നൊക്കെ. ഞാനൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല, എന്റെ കൂടെ നിന്നാ മതി എല്ലാറ്റിനും. നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. നിന്നോട് പറയരുതെന്ന് പറഞ്ഞാൽ പറയരുത്, പറഞ്ഞല്ലോ. ഞാനൊന്നും പറയുന്നില്ല. പിന്നെ എന്റെ എന്തെങ്കിലും വെള്ളത്തിലെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. നീ മിണ്ടാതെ കൂടെ നടന്നു വന്നാ മതി. വന്ന് കിടപ്പായി. നിനക്ക് എന്താണ് വേണ്ടത്? എന്നിട്ട് പോയേ. അമ്മേ, ചേച്ചി വന്നിട്ട്. നീ എത്തിയോ? നീ എന്താ നേരം വൈകിയത്? എനിക്കിന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു, അതാ വൈകിയത്. തീരെ വയ്യ, ഞാൻ ടയർഡാ, കുറെ നേരം നടന്നില്ലേ, അപ്പൊ എനിക്ക് എന്റെ പുറക്കെ വേദനിക്കുക, അപ്പൊ ഒന്ന് കിടന്നതാ. എന്താടി പാറു, നിന്റെ പുന്നാര ചേച്ചി നിനക്ക് മിഠായി ഒന്നും മേടിച്ചെന്നില്ലേ? ഒന്ന് പോ ചേച്ചി, രണ്ട് ചേച്ചിമാരുണ്ടായിട്ടും കാര്യമില്ല, ഒന്നും വാങ്ങിച്ചു തരില്ല സ്കൂൾ വിട്ടാലും. പിന്നെ നിനക്കൊക്കെ എന്തോന്ന് വാങ്ങി തരാന്? ഏത് നേരം ഞങ്ങളുടെ മേലെ കുതിര കയറല്ലേ. മോള് വന്നാ? അമ്മേ വന്നു. കിടക്കുന്നത് ചായ കുടിക്കണ്ടേ? വാ, ഒന്ന് ഫ്രഷ് ആവാൻ നോക്ക്. തീരെ വയ്യമ്മ, നടന്നിട്ട് എന്റെ കാലൊക്കെ വേദനിക്കുക, പുറം വേദനിക്കാണ്. എനിക്കൊന്നുമില്ലല്ലോ, ഞാൻ നടന്നതല്ലേ വന്നത്. നിന്നെ പോലെയാണോ ഞാന്? എന്താ ചേച്ചിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാ? അമ്മ ഇവളോട് മിണ്ടാതെ പോവാൻ പറഞ്ഞേ, ദേഷ്യം വരുന്നുണ്ട്. പാറു, മോളാണ് അപ്പുറത്തേക്ക് പോ. ആ പെണ്ണ് ദേഷ്യം വന്നിട്ടാ. ദേ, മറ്റേ കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കണോ? എന്നെ വല്ലാണ്ട് അങ്ങ് പഠിക്കാൻ വരണ്ടേട്ടാ. ഇത് രണ്ടാളും കൂടി ഒരു സ്വകാര്യം പറിച്ചില്ലേ? ചുമ്മാ പാറു കാലെ കൊഴിഞ്ഞേരാന്ന് പറഞ്ഞുതരായിരുന്നു. ഓ, ഇത്രയ്ക്ക് സ്നേഹോ ചേച്ചിയോട്? അല്ലെങ്കിൽ വലിയച്ചോടാണ് അവൾക്ക് കാര്യം. ഒന്ന് പോടി, അവർക്ക് അങ്ങനൊന്നുമില്ല. വലിയ ചീനോ കുഞ്ഞു ചീനോ രണ്ടാളും ഒരേപോലെ തന്നെ. അത് ഞാൻ എന്റെ ചേച്ചി തമ്മിലുള്ള കാര്യ. അതൊന്നും കുഞ്ഞേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ല ചേച്ചി? അതെ അതെ. മതി, നീ എല്ലാവരും ആയോ? വന്ന് ചായ കുടിക്ക്. പഴംപൊരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പഴംപൊരിയോ? എനിക്ക് ഒത്തിരി ഇഷ്ടാ. വേഗം ഞങ്ങൾ എന്തെങ്കിലും സഹായിക്കണം അമ്മേ? അയ്യോ വേണ്ടായേ, അവിടെ എങ്ങനെ പോയിരിക്കും. ചായ എടുത്തിട്ട് കൊണ്ടുപോയിക്കോ. എന്താ ഇന്നത്തെ സ്കൂളത്തെ വിശേഷങ്ങളൊക്കെ വരെ? അല്ലമ്മേ, ഇന്നുണ്ടായ കഥകള് പറഞ്ഞോ? ടീനുന്റെ പേന പോയതൊക്കെ. ടീനുവിന്റെ പേന പോവേ? അതെങ്ങനെ? ഇന്നൊന്നും പറയണ്ട, ഇന്ന് വരെ സ്കൂളിലേക്ക് പോക്കും വരവും ഒക്കെ ആയിരുന്നു. ആ ടീനുന്റെ പേന കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. അതെങ്ങനെ? ടീനുന്റെ പേന എങ്ങനെ പോയതിന് അമ്മേനെ എന്തിനാ വിളിക്കുന്നത്? എന്തേ ഈ പാറ മോഷ്ടിച്ചിട്ടുണ്ടാവും അതൊക്കെ? ഈ പെണ്ണ് ഈ പരിപാടി തുടങ്ങിയോ? എന്റെ ദൈവമേ, നാറ്റിക്കൊക്കെ ഇവള്. ഇത് രണ്ടാളും കൂടി പറയാ, അറിയാത്ത കാര്യങ്ങൾ കിടന്ന് പറയാൻ നിൽക്കരുതട്ടാ. ഞാനൊന്നും കേട്ടിട്ടില്ല. പിന്നെ എന്തിനാ എന്നെ കുറ്റം പറയുന്നത്? ഇതെന്നെ ക്ലാസ്സിൽ എനിക്ക് കിട്ടിയത്. അയ്യോ, എന്റെ മോൾ എടുത്തിട്ടൊന്നുമില്ല, നിങ്ങൾ എന്തിനാ അതിനെ കുറ്റം പറയുന്നത്? പിന്നെന്തിനാ ടീനുവിന്റെ പേന പോയതിന് അമ്മയെ വിളിക്കുന്നത്? ഇവളെന്തെങ്കിലും ഒപ്പിക്കാതെ അമ്മേനെ വിളിക്കില്ലല്ലോ. നിങ്ങൾ കാര്യം അറിഞ്ഞിട്ട് സംസാരിക്കുക, എന്തിനാ ഇപ്പൊ തന്നെ ഓരോന്ന് പറയുന്നത്? ടീനുവിന്റെ പേന പോയേക്കുമ്പോ ടീനുവിന്റെ സ്ഥലത്ത് നമ്മുടെ പാറു പോയിരുന്നു അത്രേ. അപ്പൊ പാറു എടുത്തു എന്നാണ് ടീന് പറയുന്നത്. അങ്ങനെയാണ് ടീച്ചർ എന്നെ വിളിപ്പിച്ചത്. ഞാൻ പറഞ്ഞില്ലേ ഈ പെണ്ണ് എടുത്തിട്ടുണ്ടാവുന്ന്. എന്തൊരു പെണ്ണാ ഇത്, എന്റെ പാറു, കഷ്ടട്ടോ. ഞാൻ എടുത്തിട്ടില്ല. നീ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ അമ്മേനെ വിളിക്കുന്നത്? ഇത് പറയുന്നത് കേൾക്ക് നിങ്ങള്. എന്റെ മോള് ധൈര്യത്തോടെ ടീച്ചറോട് പറഞ്ഞു എന്റെ ബാഗ് പരിശോധിച്ചെന്ന്. മോളുടെ ബാഗ് പരിശോധിച്ചപ്പോൾ അതിലൊന്നും കിട്ടില്ല. പകരം ടീനുന്റെ ബാഗ് പരിശോധിച്ചപ്പോൾ അതിൽ പേനുണ്ടായിരുന്നു. ആ പേന മോഷ്ടിച്ചതേ ആ സൈനബായിരുന്നു. ഏത് സൈനബ? ഇപ്പൊ പുതിയൊരു കുട്ടി വന്നിട്ടില്ലേ, അവള്. എന്നിട്ട് നിങ്ങളത് ടീച്ചറോട് പറഞ്ഞില്ലേ? പറഞ്ഞില്ല, പാവല്ലേ വിചാരിച്ചു. എന്റെ കുട്ടി അത്രയും പേരെ മുന്നിൽ വഷളായത് എന്താ? പിന്നെ പേന കിട്ടിയല്ലോ, പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാ പറയാതിരുന്നത്. അത് കൊള്ളാം. എന്റെ മോൾ അവിടെ നാണം കേടും ചെയ്തു, നിങ്ങളാണെങ്കിൽ പറയുകയും ചെയ്തില്ല. പാർമോളെ, നിനക്ക് പറയാനില്ല ടീച്ചറോട്? നീ അല്ലാതെ ചെയ്തത് സൈനബയാണെന്ന് പറയുന്നില്ലേ? ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് അറിഞ്ഞതമ്മേ.
ടീച്ചറോട് പറഞ്ഞിട്ടില്ലെങ്കിൽ സൈനബാക്കിട്ട് നല്ല കൊടുത്തിട്ടുണ്ട്. നീ ക്ലാസ്സിൽ കുട്ടികൾ പലരും പലതും കൊണ്ടുവരും. അതൊന്നും കണ്ടിട്ട് നിങ്ങൾ മോഹിക്കാനും നിൽക്കണ്ട, എടുക്കാനും നിൽക്കണ്ട കേട്ടോ. പറഞ്ഞില്ലെന്ന് വേണ്ട. അങ്ങനത്തെ ചീത്ത സ്വഭാവങ്ങളൊന്നും ആർക്കും വേണ്ട. കേട്ടില്ലേ മണിക്കുട്ടാ? ഞാൻ ഒന്നും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഇവളെന്തിനാ അവളെ സ്ഥലത്ത് പോയിരുന്നത്? നിനക്ക് നിന്റെ സ്ഥലത്ത് തന്നെ ഇരുന്നാ പോരെ ക്ലാസ്സില്? ഞാൻ ആ സൈനബേനായിട്ടൊന്നും പരിചയപ്പെടാച്ചിട്ട് പോയിട്ടിരുന്നതാ. എന്നിട്ട് എന്താ ഉണ്ടായത്? മനസ്സിലായില്ലേ ക്ലാസ്സില്? ഞാനെന്തിനാ മനസ്സിലാവണത്? ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്നാലും വീട്ടിൽ നിന്ന് അമ്മക്കെ വരിക കുട്ടി മോഷ്ടിച്ചു എന്നൊക്കെ പറയുമ്പോ അയ്യേ ഇതിൽ പല നാണക്കേടൊന്നും ഇല്ല. അയ്യേ നീ എങ്ങനെ ക്ലാസ്സിൽ കുട്ടികളെ മുഖത്തൊക്കെ നോക്കുക? കണ്ണോണ്ട് ഞാനത് എടുത്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ എടുത്തിട്ടില്ലെന്ന് ക്ലാസ്സിലേക്ക് തെളിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാ എനിക്ക് പേടിക്കേണ്ട ആവശ്യം? ഇനി അവളാരും കുറ്റം പറയണ്ട. അവളൊന്നും ചെയ്തിട്ടില്ല. അതിനുള്ള ശിക്ഷ ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാലും കേൾക്കുമ്പോ തന്നെ എന്തൊക്കെയാ തോന്നുന്നു വെച്ചേ? അമ്മ എന്നാ ഒരു കാര്യം ഞാൻ പറയട്ടെ. അതുണ്ടല്ലോ, ഇന്ന് വരുന്ന വഴി ചേച്ചിനെ കൊണ്ടാൻ പോയില്ലേ? അപ്പൊ ആ വരുന്ന വഴി ഞങ്ങൾ ഒരാളെ കണ്ടു. അയ്യോ ഈ പെണ്ണത് പറയാൻ പോവുക. ആരെ കണ്ടത് മോള്? ഒരു ചേട്ടനെ, ഒരു ഹാൻസം ചേട്ടനെ, നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. ഏത് ചേട്ടൻ? അത് ഞങ്ങൾ വരുന്ന വഴിയെ കണ്ടത് അല്ലേ ചേച്ചി? എന്റെ പാറു നിങ്ങൾ വന്നേ. പാർമോളെ ആരെ കണ്ടേന്ന് പറ. പാറു നീ എന്റെ ബാഗിന്റെ ആ ബുക്ക് എടുത്തിട്ട് വന്നേ. നീ എന്തത് അവളൊരു കാര്യം പറയുമ്പോ അവളോട് ഓരോന്ന് പറയുന്നത്? അതല്ല എനിക്ക് ആ ബുക്കിലൊരു ഡൗട്ട് ഉണ്ട്, അത് അമ്മോടൊന്ന് ചോദിക്കാനാ. എന്ത് ഡൗട്ട്? അമ്മയോടോ? നിന്റെ ഡൗട്ട് അമ്മോടാണ് നീ ചോദിക്കാറ്? ഇത് അമ്മയ്ക്ക് അറിയായിരിക്കും അതാ. പാർമോളെ നീ എന്നാ നോട്ട് എടുത്തിട്ട് വന്നേ, ഞാൻ എന്താ നോക്കട്ടെ. അമ്മ ഞാൻ പറയട്ടെ ആദ്യം, ഇത് കേക്കമ്മ. പാറു നിന്നോടാ പറഞ്ഞത് ആ ബുക്ക് എടുത്തിട്ട് വരാൻ. ഞാൻ ആദ്യം ഇത് പറയട്ടെ എന്നിട്ട് മതി ബുക്ക് എടുത്തിട്ട് വരല്. അതെന്നല്ലേ അമ്മേ വഴിന്ന് ചേച്ചിടേ. പാറു എന്താ ചേച്ചി? എന്താ? നിന്നോട് ഞാൻ പറയരുതെന്ന് പറഞ്ഞ പിന്നെ എന്തിനാ നീ അത് പറയാൻ നിൽക്കണത്? എന്നെ ഇട്ട് കളിയാക്കില്ലായിരുന്നു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അങ്ങനെ ഞാൻ പറയില്ല. പോരെ പോരാ, ഞാനത് പറഞ്ഞേ പറ്റൂ. എനിക്കത് അമ്മോട് പറയണം. ഓ നീ പറയില്ലേ, ഞാൻ എന്തേലും നിനക്ക് വാങ്ങിത്തരാം. എന്ത് വാങ്ങിത്തരും? വല്ല മഞ്ചോ അങ്ങനെ എന്തേലും വാങ്ങിച്ചു തരാം. അയ്യേ ഞാൻ എന്താ ചെറിയ കുട്ടിയോ ഇള്ള കുട്ടിയോ? എനിക്ക് മഞ്ചൊന്നും വേണ്ട. പിന്നെ നിനക്ക് എന്താടി വേണ്ടത്? എനിക്ക് ലബൂബ മതി. ലബൂബ അല്ല ലബൂബു. നിനക്ക് വേറെ ഒന്നും പറയാൻ കണ്ടില്ലേ? ഇത്ര വില കൂടി തന്നെ വേണല്ലേ? എനിക്ക് ഇതിനല്പം വില കൊടുക്കണം. എനിക്ക് അത് തന്നെ വേണം. അത് തരുമെങ്കിൽ ഞാൻ പറയാതിരിക്കാം. എടി അതിന് എന്തോരം കാശാവുന്ന എന്റെ അത്രമാത്രം കാശൊന്നുമില്ല. എന്നാ വേണ്ട, ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുത്തോണ്ട്. അതെന്നല്ലേ അമ്മേ? പാറു ഞാൻ വാങ്ങിച്ചു തരാം. എന്താ നീ പറയാൻ വന്നിട്ട് പറഞ്ഞെന്ന്? വഴി നാളെ കണ്ടത്. അതുണ്ടല്ലോ നമ്മുടെ പാറു ഞാൻ വാങ്ങിച്ചു തരാം. അലീനാനെ കണ്ടത്. അലീനാന്റെ കണ്ടി തന്നെയാണോ നീ ഇത്രയ്ക്ക് അധികം വലിച്ചു നീട്ടി പറഞ്ഞത്? ചുമ്മാ ഒരു രസം. അലീനാന്റെ കണ്ടത് തന്നെ നമുക്ക് ചിരി വരില്ല. അതാ സത്യം പറയ് പാറു, നീ ആരെയോ കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്, എന്തൊക്കെയോ ചേച്ചി അനിയത്തിയും കൂടി എന്തൊക്കെയോ മറക്കുന്നുണ്ട്. കണ്ടുപിടിച്ചേക്കാം. ഒന്ന് പാ ചേച്ചി. പാറു നീ ഇവിടെ വന്നേ. ഇനി കൂടുതൽ നേരം ഇവിടെ നിർത്തിയാലേ ശരിയാവില്ല. എടി ലച്ചു നിനക്ക് എന്തെങ്കിലും അറിയോ? ഞാനതിന് വലിയ ചീന കൊണ്ടുവരാനൊന്നും പോയിട്ടില്ലല്ലോ. നീ ഒരു പുസ്തകപ്പുഴയായിട്ട് ഇങ്ങനെ ഇരുന്നോ? അവരെ കൂടെ നടന്നിട്ട് എന്തെങ്കിലും ഒന്ന് അറിയൊന്നും വേണ്ടട്ടാ. അതിനെന്തിനാ ഈ ചേച്ചി എന്നോട് ചൂടാവുന്നത്? എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞില്ലേ? വെറുതെ എന്റെ മെക്കെട്ട് കയറുക. ആരെന്നായിരിക്കും പാറു കണ്ടിട്ടുണ്ടാവുക? അവളോട് തന്നെ ചോദിച്ചോക്കാം. പാറു പാറു നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് പറയരുതെന്ന്? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ നീ എന്തായിരുന്നു അമ്മയോട് എന്തൊക്കെ പറഞ്ഞത്? ചേച്ചി എനിക്ക് ലബൂബ് വാങ്ങിച്ചു തന്നാലും ഞാൻ പറയില്ല. പിന്നെ അതിനൊക്കെ എന്തോരം കാശ് വേണമെന്ന് നിന്റെ വിചാരം? അല്ല അണക്ക് പെണ്ണിനാ അത്? എനിക്ക് എന്റെ ബാഗിൽ കൊളത്തിടാനാ. നീ ആര് വലിയ സെലിബ്രിറ്റി ആണല്ലോ ബാഗിന്റെ മുകളിലൊക്കെ കൊളത്തിടാന്? അതൊന്നും ചേച്ചി പറഞ്ഞാൽ പറ്റത്തില്ല. എനിക്ക് കുറഞ്ഞത് മതി. വില കൂടിയതൊന്നും വേണ്ട, കുറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ അമ്മയോട് അച്ഛനോട് പറഞ്ഞു കൊടുക്കും. ചേച്ചിയുടെ പഠിപ്പും മുടക്കും. ചേച്ചിനെ വേഗം കെട്ടിച്ചു വിടും. മിണ്ടാതിരുന്നോണ്ട് ഞാൻ വാങ്ങി തരാം എവിടുന്നെങ്കിലും. പാറു പാറു നീ ആരെ കണ്ടു എന്ന് പറഞ്ഞല്ലോ, ഒന്ന് പറഞ്ഞേ ആരെന്നെ കണ്ടത്? നീ എന്തിനാ പതൊക്കെ അറിയാൻ നിൽക്കണത്? എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് നീ വിചാരിക്കണ്ട, എനിക്കെല്ലാം പിടികിട്ടി. നീ മിണ്ടാ നിന്റെ കാര്യം നോക്കി പൊക്കെ. പാറു അവിടെ നിൽക്ക്. ഞാൻ പോവാ. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. ഞാനേ അവളോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് പോടി. ഓ എല്ലാവരെ കൊണ്ട് തോറ്റുപോയി ഞാൻ. ഇനി ലബൂബ എവിടെ നിന്ന് കിട്ടും? എടി പാറു ഈ ലബൂബ എന്ന് പറയണതേ അതൊരു ഡെവിളാണ്. അതൊക്കെ ആളുകൾ വെറുതെ പറയുന്നത്. എനിക്കത് വേണം വേണം വേണം. അതല്ലാതെ നീ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഞാൻ വാങ്ങിച്ചു തരാം. വേണ്ട, എനിക്ക് അത്